സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചത്. KPCC തലം തൊട്ട് DCC വരെയുള്ള മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും വനിതാ പ്രതിനിധികളുമടക്കം 100ഓളം പേർ 2 ദിവസത്തിനിടെ രാഹുലിനെ കണ്ടു. ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ രാഹുൽ ഗ്രൂപ്പ് കളിയെ താക്കീത് ചെയ്യുകയും VM സുധീരനെ സംരക്ഷിച്ച് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതോടെ സുധീരനെതിരെ പരാതി അറിയിക്കാനുറച്ച് വന്നിരുന്ന AI ഗ്രൂപ്പ് നേതാക്കളിൽ പലർക്കും പിന്നീട് അതിന് കഴിഞ്ഞില്ല. പക്ഷേ തനിച്ച് നടത്തിയ ചർച്ചകളിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിനെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സുധീരനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ KPCCയിൽ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ നേതൃമാറ്റമുണ്ടാകില്ലെന്നും മറ്റു നടപടികളിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും രാഹുൽ വ്യക്തമാക്കിയതോടെ സുധീരനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി എ ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയെ കാണുകയാണ് ചെയ്തത്. പാർട്ടിയെ നയിക്കുന്നതിൽ KPCC നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണെന്ന് MM ഹസനും ബെന്നി ബെഹന്നാനും സോണിയയെ ബോധിപ്പിച്ചു. ഇക്കാര്യം നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ അവകാശപ്പെടുന്നു. എന്നാൽ സംഘടനാ സംവിധാനത്തിന് മുകളിലേക്ക് ഗ്രൂപ്പുകൾ വളരുന്നതും ഗ്രൂപ്പിനനുസരിച്ച് സ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നതും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹൈക്കമാൻഡ്. 18 കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കമാൻഡ് പ്രശ്നപരിഹാര നടപടികൾ കൈക്കൊള്ളുക. TK റാഷിദ്, മീഡിയ 1, ഡൽഹി.